ഒരുപാട് ലിവേഴ്സ് ഉണ്ട്. എന്തിൻ്റെയൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്നായാലും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് എക്സ്കവേറ്റേഴ്സും ബാക്കോ ലോഡേഴ്സും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവരൊക്കെ കൂടുതൽ സാലറി ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മുടെ കോട്ടയംകാരുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവങ്കല്ല്, റോഡ് റോളർ. അപ്പൊ അതിന്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് വേർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സിന്റെ എക്സിബിഷൻ ആണ്. 80,000 കാഴ്ചക്കാരെയാണ് നമ്മുടെ ഈ ഒരു എക്സ്കോൺ 2022 സ്വാഗതം ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിപ്പോൾ ബാംഗ്ലൂരാണ് വന്നിരിക്കുന്നത്. ബാംഗ്ലൂരുള്ളൊരു എക്സിബിഷനിലാണ് EXCON 2022. ഈ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CII ആണ്. അതായത് ഏകദേശം ഒരു 3 ലക്ഷത്തോളം സ്ക്വയർ മീറ്ററിൽ ഡിസ്പ്ലേ ഏരിയ ഉണ്ട്. അതിൽ തന്നെ 1500 കൂടുതൽ എക്സിബിറ്റേഴ്സ്, 350 എണ്ണത്തോളം അബ്രോഡിൽ നിന്നുള്ളവയാണ്. 10 രാജ്യങ്ങളുടെ സ്റ്റാളുകൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. 80,000 പ്ലസ് കാഴ്ചക്കാരെയാണ് നമ്മുടെ ഈ ഒരു EXCON 2022 സ്വാഗതം ചെയ്യുന്നത്. കുറേ പുതിയ വാഹനങ്ങളുടെ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ അകത്തോട്ട് കയറി ഡീറ്റെയിൽ ആയിട്ട് EXCON 2022 പരിചയപ്പെടാം. നമ്മുടെ EXCON എക്സിബിഷനിലെ ഔട്ട്ഡോറും ഇൻഡോറും ആയിട്ട് ഒരുപാട് കമ്പനികളുണ്ട്. ഇപ്പം നമ്മൾ ഔട്ട്ഡോറിലാണ് ഉള്ളത്. കുറേ ഏക്കറിലായിട്ട് പല കമ്പനികളും സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കാണുന്നത് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് കമ്പനിയാണ്. വളരെ ഫേമസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പം ഇനി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. കേസ് എന്ന കമ്പനി 1842 മുതൽ ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും സർവീസും സെയിൽസും അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും കേസ് ന്യൂ ഹോളണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് നമ്മുടെ കേസ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് മെഷീനറീസ് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ മെയിൻ ഞാൻ ആദ്യം കണ്ടത് ബാക്കോ ലോഡർ ആണ്. നമ്മൾ ബാക്കോ ആണല്ലോ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ വന്നപ്പോഴത്തേക്കും നമുക്ക് എക്സ്കവേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡോസർ ഉണ്ട്, അതുപോലെ ഗ്രേഡർ എന്ന് തുടങ്ങിയിട്ടുള്ള മെഷീനുണ്ട്, പിന്നെ റോളർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മെഷീൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ മെഷീനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് കേസിൻ്റെ ബാക്കോ ലോഡേഴ്സിനെ പരിചയപ്പെടുമ്പോഴത്തേക്കും ഇവിടെ 3 വേരിയൻസ് ആണ് ഇവിടെ നമ്മുടെ ഡിസ്പ്ലേയിലുള്ളത്. അപ്പം അതിൽ കേസ് 851 FX എന്ന് പറഞ്ഞിട്ടുള്ള മോഡലുണ്ട്. ഇതിന് തന്നെ FX പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്നത് 770 EX എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇതിന് തന്നെ 770 EX പ്ലസ് അപ്പുറത്തുണ്ട്. അപ്പം ഡിഫറൻസ് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നോർമൽ ബാക്കോയിൽ നിന്ന് കുറച്ച് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബക്കറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ 6-in-1 പർപ്പസ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ആ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ അറിയാം അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ളത് ഫിയറ്റിൻ്റെ എഞ്ചിനാണ്. പിന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്ക് സൈഡിലെ നമുക്ക് സ്റ്റെബിലൈസർ നോക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ബട്ടർഫ്ലൈ സ്റ്റെബിലൈസറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റെബിലിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള പർപ്പസിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് 4x4 ആണ്. 4x4 ടയേഴ്സ് നോക്കുമ്പോൾ തന്നെ അറിയാം, ഫ്രണ്ടിലെ ടയർ നോക്കുമ്പോൾ തന്നെ അറിയാം കുറച്ചുകൂടെ ഓഫ് റോഡിങ്ങിന് അല്ലെങ്കിൽ 4x4 അനുസരിച്ച് രീതിയിലുള്ള ടയേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു മോഡൽ 770 EX വരുമ്പോഴത്തേക്കും ഇതിൽ വന്നിട്ടുള്ളത് ALൻ്റെ എഞ്ചിനാണ്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ നോർമൽ പമ്പാണ് വരുന്നത്. എന്നാൽ ഈ ഒരു മോഡൽ 851 FX വരുമ്പോഴത്തേക്കും വേരിയബിൾ ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളാണ് ഈ 2 മോഡലുകളായിട്ട് ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ എക്സ്കവേറ്റേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. എക്സ്കവേറ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും 2 മോഡൽസ് ആണ് ഇവിടെ ഡിസ്പ്ലേയിലുള്ളത്. ഒന്ന് CX220C എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലും ഈ കിടക്കുന്നത് CX220C LC എന്ന് പറഞ്ഞിട്ടുള്ള മോഡലുമാണ് ഉള്ളത്. ഈ 2 മോഡൽസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണിത്. കാരണം നമുക്ക് ഈ ഒരു ക്രൗളറിൻ്റെ ആ ഒരു ഭാഗങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് കുറച്ച് ഷോർട്ടാണ്, അത് കുറച്ചുകൂടെ നല്ല വീതിയുണ്ട്, കുറച്ചുകൂടെ ക്വാളിറ്റി സ്ട്രക്ചറൽ ഡിസൈൻ കൊടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ എക്സ്ട്രാ ഒരു വെൽഡിങ് കൊടുത്തിട്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കുറച്ചുകൂടെ ഹെവി ഡ്യൂട്ടി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചെയിനിലെ ഡിസൈനും കാര്യങ്ങളും ഈ ഒരു സൈഡിലെ വശത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് എക്സ്ട്രാ ഒരു വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ വളരെ ഹെവി ഡ്യൂട്ടി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു മെഷീന് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് 6 സിലിണ്ടർ
ആയിട്ടുള്ള CRDI എഞ്ചിനാണ്, ടർബോ ചാർജഡ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഈ ഒരു ബക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ബക്കറ്റും അത്യാവശ്യം നല്ല സ്പേസ് കൊള്ളുന്ന രീതിയിലുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല സ്ട്രക്ചറൽ ക്വാളിറ്റി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഇതിൻ്റെ ബൂം നോക്കുമ്പോഴത്തേക്കും ബൂമിലെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഒരു ഡിസൈനിൻ്റെ ആ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വാഹനമാണ്. അതായത് മോട്ടോർ ഗ്രേഡർ, കേസിൻ്റെ മോട്ടോർ ഗ്രേഡർ എന്നറിയപ്പെടുന്ന ഈ ഒരു വാഹനത്തെയാണ് 845C എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. നമ്മൾ ഈ ഒരു മോഡൽ നമ്മുടെ റോഡ് കൺസ്ട്രക്ഷൻ സൈറ്റ്സിലൊക്കെ ഒരുപാട് നമ്മളൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റോഡ് പണി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് മോഡൽ മുതൽ അത് തീരുന്നിടം വരെ ഈ ഒരു മെഷീൻ വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ഈ ഒരു മെഷീൻ ഇല്ലെങ്കിൽ ഒരുപാട് അപാകതകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് ആണ് എനിക്കറിയാൻ സാധിച്ചത്. അതായത് നമ്മുടെ ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ലെവലിംഗ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ റോഡിലൂടെ, ഇപ്പം നമ്മുടെ കേരളത്തിലെ റോഡുകളിലൂടെ പോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് ചെറിയ ബംസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടായി വരുന്നുണ്ട് നമ്മൾ നല്ല റോഡിൽ തന്നെ. അപ്പം ഈ ഒരു മെഷീനൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്ത അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം അതിന് വേണ്ടിയൊക്കെയാണ് ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മോൾ ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ലെവലിങ്ങിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. അതിപ്പം എത്ര ആംഗിളിൽ വേണമെങ്കിലും ആ ആംഗിളിൽ 360 ഡിഗ്രിയിൽ ഇത് നമുക്ക് ടേൺ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സെൻസറാണ്. അപ്പം ഈ ഒരു സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ലെവലിൽ നമുക്ക് ആ ഒരു ലെവൽ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരു എക്സ്ട്രാ വന്നിട്ടുള്ളൊരു പോർഷനാണ്. ഇൻസൈഡിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരുപാട് ലിവേഴ്സ് ആണ് നമ്മുടെ സ്റ്റിയറിങ്ങിന് ചുറ്റും കണ്ടത്. അതും സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നേരെ ഫിക്സ് ചെയ്തേക്കുവാണ്. ഇത് കണ്ടോ, അപ്പോൾ അതിൽ കുറച്ച് സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലിവേഴ്സ് ഉണ്ട്. എന്തിൻ്റെയൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്നായാലും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് എസ്കലേറ്റേഴ്സും അതുപോലെ തന്നെ ബാക്ക് ഹോ ലോഡേഴ്സും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവരൊക്കെ കൂടുതൽ സാലറി ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ മനസ്സിലായില്ല ഇത് എത്രത്തോളം നല്ല രീതിയിൽ അറിയാവുന്ന ആളുകളായിരിക്കും ഇതിൽ വരിക എന്നുള്ളത്. കാരണം നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് അറിയുന്നവരായിരിക്കും ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുക. അതുപോലെ ഇൻസൈഡിൽ ഒരുപാട് കാര്യങ്ങളും ഫീച്ചേഴ്സും ഉണ്ട്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഈ മെഷീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കേസിൻ്റെ ഒരു കിടിലൻ മെഷീനാണ് ഡോസർ 165 ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഈ ഒരു സെഗ്മെൻറ്റ് ബേസ് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു മെഷീനാണിത്. അതായത് ഇതിൻ്റെ ഒരു പവർ നമ്മൾക്കറിയാം, നമ്മുടെ ബാക്ക് ഹോ ലോഡർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. നമുക്കിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ബക്കറ്റ് വെച്ചിട്ട് പുള്ളി ചെയ്യാൻ വേണ്ടിയുള്ള പവറിനെല്ലാം ലിമിറ്റ് ഉണ്ട്. എന്നാൽ ഈ ഒരു മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്കും അപാര പവറാണ്. നമുക്ക് ഏത് കുന്നും മലയും കയറി നമുക്ക് ഡോസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയിട്ട് നമുക്ക് ഡിപ്പ് ചെയ്യാനും 6 വേയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ചെയിൻസും കാര്യങ്ങളും നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള വളരെ ഹെവി ടൈപ്പ് ഓഫ് ഒരു ചെയിൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കിടിലമാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഡോസറിൽ വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് കോമ്പാക്ടേഴ്സ്. അതായത് ഇത് സോയിൽ കോമ്പാക്ടേഴ്സ്. ഇത് ഒരു ഡബിൾ സൈഡിൽ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോളറില്ലേ, പണ്ടത്തെ നമ്മുടെ കോട്ടയംകാരുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവങ്കല്ല്, റോഡ് റോളർ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് വേർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം അതിൻ്റെ തന്നെ 3 മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പർപ്പസ് വളരെ വ്യത്യസ്തമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ചില കേസുകളിൽ നമ്മുടെ ടാറിങ്ങിൻ്റെ പല വേദികളുണ്ട്, അതായത് പല 6 ലെയേഴ്സ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസ് മോഡലിലായിട്ട് അതിൻ്റെ ഏറ്റവും ബേസിലായിട്ട് യൂസ് ചെയ്യുന്നതാണ് സോയിൽ കോമ്പറ്റേറ്റർ. അപ്പം ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ റോളർ ആ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും വരുന്നതാണ്. പിന്നെ നമുക്ക് ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ പർപ്പസ്, സൈഡൊക്കെ റോൾ ചെയ്ത് ലെവൽ ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ചെറിയ മോഡൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഫുൾ എല്ലാ സൈഡും നല്ല വിസിബിൾ ആണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ അഡ്വാൻറ്റേജ് ഈ ഒരു മെഷീനുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ കേസിൻ്റെ ഹെഡ് ആൻഡ് മാർക്കറ്റിംഗ് പുനീത് വിദ്യാർത്ഥി sir ഉണ്ട്. Hi sir. Hello, my name is Puneet Vidyarthi. I am heading the marketing for Case Construction in India. Case is a 180 years old brand, very old, very reputed brand which has lived through and also grown through these years. In India we are more than 32 years old. We have got manufacturing facility in the central part of India in Indore. We are very happy to be part of EXCON this year, where we have launched 5 new products. We have launched a brand new 770 NXE. We have also launched another machine in 74 HP class with 4 meter high dump height loader bucket and extending dipper which can increase the digging depth by 1 meter. We are also showcasing a 97 HP
851 FX with air-conditioned cabin, a cabin which is an international cabin, which we make in India and export throughout the world, with a loader bucket or BDB which can do multiple jobs, and also a 0.4 cubic meter excavator bucket which is best in class. So all in all, 3 backhoe loaders we have. We have launched a soil compactor which is BSC EV4 compliant, a very efficient productive machine. We are also showcasing tandem compactor and mini compactor. But we have also launched a grader which is BSC EV4 right behind me, ideal product for the road applications, and a 1650L dozer. So these 2 products primarily are suited for road applications. We also have solutions for mining applications. We have also launched a 22-ton class electronic engine, standard machine in excavator. We are, however, showcasing a LC version as well, CX220C, wherein we are showcasing a couple of new features, for example, thinner joysticks for better operator comfort and hence better productivity. Tell us, why should one choose your product? Because we are the best. Simple. Okay. Anyone who wants to purchase our product, not only here in EXCON but also across all our dealerships, where we have created EXCON at dealership zones. Anybody who wants to buy our product can register his intent. We'll be happy to capture his intent, and the back-end processes will start immediately, or they can go to any of our social media channel. They are on the website. There are inquiry forms. Just register your number, mobile number, email ID, whatever, and we'll reach you in no time. Okay, thank you sir, thank you for your Thank you valuable very time. much. Thank you. Really appreciate it. നമ്മുടെ എക്സ്പോയിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരാളെ പരിചയപ്പെടാൻ സാധിച്ചു. നമ്മുടെ കേസിന്റെ ഡീലർഷിപ്പ്, ഓൾ കേരള ഡീലർഷിപ്പായിട്ടുള്ള രജിസ്ട്രാറാണ്. ഹായ് സർ. ഹായ്. നമ്മുടെ കമ്പനിയുടെ പേര്? എൻ്റെ കമ്പനിയുടെ പേര് ഫ്യൂച്ചർ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ആൻഡ് സ്പെയർസ് ആണ്. നമുക്ക് നെറ്റ്വർക്ക് വന്നിട്ട് ഓൾ കേരള ഡീലറാണ് കേസിൻ്റെ. അതുകൂടാതെ തന്നെ കുറച്ച് വേറെ ഡീലർഷിപ്സ് കൂടി ഉണ്ട്. നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേസാണ്, കേസ് കൺസ്ട്രക്ഷൻസ് ആണ്. അതുപോലെ നമുക്ക് എവിടെയൊക്കെ കേരളത്തിൽ എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്? നമുക്ക് 5 ബ്രാഞ്ചസ് ആണ് നമുക്കുള്ളത്. മെയിൻ ഹെഡ് ഓഫീസ് വന്നിട്ട് എറണാകുളത്താണ്. എറണാകുളം കഴിഞ്ഞ് കാലിക്കറ്റ്, കാസർഗോഡ്, കോട്ടയം, ട്രിവാൻഡ്രം. സെയിൽസ് ആൻഡ് സർവീസ് ആൻഡ് പാർട്സ് ഔട്ട്ലെറ്റ്സ് ഈ 5 സ്ഥലത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്ന പ്രോഡക്റ്റ് പറഞ്ഞാൽ ന്യൂലി ലോഞ്ച് എക്സ്കവേറ്റർ ആണ്. എക്സ്കവേറ്റർ ആൻഡ് മോട്ടോർ ഗ്രേഡർ. ജെന്യൂൺ ക്വാളിറ്റിയിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു അട്രാക്ഷനാണ് പ്രോഡക്റ്റിലെ ക്വാളിറ്റിയിലെ ബേസിൽ വരുമ്പോൾ തന്നെ ഉള്ളത്. ഞാനും ഇപ്പം റിവ്യൂ എടുത്ത സമയത്താണെങ്കിലും ചെക്ക് ചെയ്തിരുന്നു. ക്വാളിറ്റി, വെൽഡിങ്, അങ്ങനെ പറയുന്നതിലുള്ള എല്ലാം വളരെ സ്ട്രോങ് ആണ്. എസ്പെഷ്യലി ക്വാളിറ്റിയിൽ അവർ മറ്റേ കോമ്പറ്റീഷൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ കേസ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് ലോ മെയിൻ്റെനൻസ് ആണ്. ലോ മെയിൻ്റെനൻസ് എപ്പോഴാണ് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി ഏത് മെഷീനായാലും ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്യുമ്പോഴാണ് കസ്റ്റമറിനെ സംബന്ധിച്ചാലും അത് ലോ മെയിൻ്റെനൻസിലേക്ക് വരുള്ളൂ. കേസ് വന്നിട്ട് ഫിയറ്റിൻ്റെ ഗ്രൂപ്പിൽ ടേക്ക് ഓവർ ചെയ്ത ശേഷം ഒരുപാട് ചേഞ്ചസ് പ്രോഡക്റ്റിൽ, ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ് വിത്ത് ലോ കോസ്റ്റ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഏകദേശം എൻ്റെ അറിവിൽ ഒരു 26 കൺട്രീസിലേക്ക് മിഷൻസ് ഇന്ത്യയിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നാണ് 26 കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ ഡീസൽ കോസ്റ്റിൽ എക്കണോമിക്കലി ഇപ്പോൾ ഡീസൽ കോസ്റ്റ് ഹൈ റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം നമുക്ക് സേവിങ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കേസിനുള്ള റേഞ്ചിലുള്ള പ്രോഡക്ട്സ്. ഇപ്പോൾ നമ്മുടെ രജിസ്റ്ററിൻ്റെ ചെറിയൊരു ഷോർട്ട് ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ എടുത്തത്. അപ്പം നമ്മുടെ കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കാം. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർക്ക് നേരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യുന്നതാണ്. നമുക്ക് എല്ലാ 5 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. എവിടെ വന്നാലും നമ്മൾ സർവീസ്, സെയിൽസ് എല്ലാ ആൾക്കാരുണ്ട്. പ്ലീസ് സപ്പോർട്ട് us. That's all. Thank you sir. Thank you very much. Nice to meet you. ഇപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ ഹെഡ് ആൻഡ് മാർക്കറ്റിലെ തന്നെ ബിൻമത് പുരി എന്ന് പറഞ്ഞിട്ടുള്ള സാർ ഉണ്ട്. ഹായ് സർ. How are case future prospects in India? Okay, so though obviously I'm not a crystal ball glazer or palmist who can predict the future very well, but from whatever I gather, the way our brand has steadily made progress over 30 years or now close to 32 years of existence in India, we are growing strength by strength. We have introduced many product lines. So obviously the future prospects seem to be bright. We have few more product lines internationally available, which we might bring to India if required. We are a firm believer, our company is firm believer in sustainability. So electric vehicles are a future. Maybe our company will do something there also, and we'll soon be present internationally first. And when the time is right, probably we'll bring that technology to India also. We have acquired few brands internationally,
in the small to mid segment for excavators. When the time is right and we get the right product match for the country, we'll definitely like to bring that also. So all in all, I think the future is bright and Case Construction is here to stay. All the very best, sir. Thank you. നമ്മുടെ കേസിൻ്റെ സ്റ്റാളിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് നമ്മുടെ ആലപ്പുഴക്കാരൻ ഒരാളെ പരിചയപ്പെടാൻ പറ്റി, സജു മക്കാർ. നമുക്ക് ഓൾറെഡി ഒരു മെഷീൻ ഉണ്ടല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട്, എന്തുകൊണ്ടാണ് ശരിക്കും കേസ് ചൂസ് ചെയ്തത്? ഞാൻ 24 വർഷത്തോളമായിട്ട് ഫീൽഡിലുണ്ട്. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞ 1-2 മിഷനറി മേടിക്കേണ്ട പൈസ എല്ലാ വർഷവും റെന്റ് കൊടുത്തോണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ നോക്കിയപ്പോൾ മിഷനറി സ്വന്തമായിട്ട് എടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നി എനിക്ക് മനസ്സിൽ. പക്ഷേ ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കൾ അവർ വലിയ രീതിയിൽ കൺസ്ട്രക്ഷൻ, ക്രഷർ, കോറി ഉള്ളവരൊക്കെയാണ്. അവർ കേസ് എടുത്തു. ഞാൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവർ കേസിൻ്റെ മെഷീൻ എടുത്തിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എടുത്തതെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് കുറേ പോയിൻ്റ് ഔട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ശരിയാണ്, വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഫ്യൂവലിൻ്റെ കാര്യത്തിലായിരുന്നാലും ശരി, അതിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത് നമുക്ക് ശരിക്കും നമ്മൾ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു മസിൽ മാൻ പോലെ തന്നെ ആ സെഗ്മെൻറ്റിൽ സ്ട്രോങ് ബോഡി അത് എനിക്ക് ഫീൽ ചെയ്ത് കാഴ്ചയിൽ തന്നെ. പിന്നീട് ബാക്കിയുള്ള നമ്മുടെ ഇതിൻ്റെ ഡീലറായ രതീഷോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തു. ഓവറോൾ ഇപ്പോൾ ഒരു കൊല്ലം യൂസ് ചെയ്തിട്ട് ഇപ്പം സർവീസിൻ്റെ കാര്യത്തിലും എല്ലാം പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം ഉണ്ടാക്കുന്നുണ്ടോ എന്നാണല്ലോ എല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു നിലവാരം എങ്ങനെയുണ്ട് ലാഭം? അതിൽ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വണ്ടികൾക്കുള്ള സർവീസ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വർക്ക് പിന്നെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിഷനറീസിൻ്റെ സർവീസിലൊക്കെ ഒരുപാട് നമുക്ക് അപാകതകൾ പറഞ്ഞു വിളിച്ചാൽ നമുക്കിത് ഏറ്റവും വലിയൊരു ഗുണം ഇതിൻ്റെ ഡീലറെ തന്നെ, അതിൻ്റെ മുതലാളിയെ തന്നെ നമുക്ക് നേരിട്ട് വിളിച്ച് എപ്പോഴും ബന്ധപ്പെടാമെന്നുള്ളൊരു ഇതുണ്ട് വണ്ടിയുടെ എന്തെങ്കിലും കാര്യത്തിന്. ഇവിടെ എക്സിക്യൂട്ടീവ്സ് ഉണ്ടെങ്കിൽ പോലും രതീഷ് എപ്പോൾ വേണമെങ്കിലും വിളിക്കാനുള്ള ഒരു അനുവാദം തന്നിട്ടുണ്ട്. മിക്കവാറും ഞാൻ എക്സിക്യൂട്ടീവ്സിനെ വിളിച്ചല്ല കംപ്ലയിൻറ്റ് പറയണം. കംപ്ലയിൻ്റ് എന്നുള്ളതല്ല, എന്തെങ്കിലും എൻ്റെ ഒരു സർവീസ് ചെയ്യണമെങ്കിൽ പോലും സർവീസ് ആകുമ്പോൾ പോലും ഞാൻ രതീഷിനെ വിളിച്ചാൽ പറയണത്. അങ്ങനത്തെ ഒരു ആക്സസ് തന്നെ വലിയൊരു കാര്യമാണ് നമുക്ക്. പ്രൊഡക്റ്റുമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് സ്ട്രെയിറ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സർവീസും നല്ല പ്രൊഡക്റ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കേസ് എല്ലാവരിലേക്കും എത്തിക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.